ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലും കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മുൻകാല മേധാവിത്വം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഭരണവിരുദ്ധ വികാരം അനുകൂലമാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. തിരുവനന്തപുരം ജില്ലയിൽ നിലവിലെ ആധിപത്യം തുടരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ UDFും പുലർത്തുന്നു. കോർപ്പറേഷനിലും വർക്കല നഗരസഭയിലും അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന BJPയെ ആശങ്കപ്പെടുത്തുന്നതാണ് വോട്ടിംഗ് ശതമാനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും എറണാകുളത്തെ മികച്ച പോളിംഗും ജില്ലയിൽ UDFന് അനുകൂലമാണെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയരുന്നത് എക്കാലത്തും UDFന് അനുകൂലമാണ്. അത്തരത്തിൽ UDFന് അനുകൂലമാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം LDFന് അനുകൂലമായി നിന്ന പല ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാവരും UDFനൊപ്പമാണ്, UDF സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ്. കൊച്ചി കോർപ്പറേഷനിൽ തുടർഭരണം ഉറപ്പാണെന്നും ജില്ലയിൽ LDFന് മികച്ച വിജയമുണ്ടാകുമെന്നും CPM ജില്ലാ സെക്രട്ടറി S. സതീഷ്. നല്ല കൃത്യതയോടെയുള്ള പ്രവർത്തനമാണ് LDFന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത്. അപ്പോൾ LDFന് കിട്ടുന്ന വോട്ടുകൾ ഞങ്ങൾ തിട്ടപ്പെടുത്തുകയും അതിനെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതും ഞങ്ങൾ നന്നായി വിജയിച്ചിട്ടുണ്ട് എന്നൊരു പൊതുചിത്രമാണുള്ളത്. മികച്ച വിജയമായിരിക്കും എറണാകുളം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നേടാൻ കഴിയുക എന്നുള്ളതാണ് കാണുന്നത്. കൊല്ലത്ത് LDFും UDFും വലിയ പ്രതീക്ഷയിലാണ്, ഒപ്പം ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് വർദ്ധിക്കാത്തത് എങ്ങനെ ബാധിക്കുമെന്നാണ് ആശങ്കപ്പെടുത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഏറെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയരാത്തത് 3 മുന്നണികളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 10 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ പോളിംഗാണ് ഇത്തവണ ആലപ്പുഴയിലേത്. ജില്ലയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികളിലടക്കം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ UDF നിൽക്കുമ്പോൾ ഭരണം നിലനിർത്തും എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് LDF. കേരള കോൺഗ്രസുകളുടെ തട്ടകത്തിൽ പ്രകടനം മെച്ചപ്പെടുത്താനാകുമെന്നാണ് LDFന്റെയും UDFന്റെയും ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത കോട്ടയത്തെ നഗരസഭകളിൽ LDF പ്രതീക്ഷ വയ്ക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ വൻ തിരിച്ചുവരവ് നടത്തുമെന്നാണ് UDFന്റെ അവകാശവാദം. ഇടുക്കിയിൽ ഹൈറേഞ്ച് മേഖലയിൽ പോളിംഗ് കുറഞ്ഞത് തിരിച്ചടിയാകുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. എന്നാൽ റേഞ്ചിൽ താരതമ്യേന ഉയർന്ന പോളിംഗ് LDF വിരുദ്ധ വോട്ടുകളാണ് എന്നാണ് കണക്കുകൂട്ടുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.